കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ വിധി ഡിസംബർ 8-ന് 2017 കേസിന് ആസ്പദമായ സംഭവം. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത്. 2017 ഫെബ്രുവരിയിൽ ഉണ്ടായ ഒരു ആക്രമണത്തിൽ ആ ആക്രമണത്തിന് ഇപ്പോൾ 7.5 വർഷത്തിന് ശേഷം 2025 വിധി വരാൻ പോകുന്നു എന്നുള്ള ഒരു ഏറെ നിർണായകമായ ഒരു കാര്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപ് ഉൾപ്പെടെ 9 പേർ പ്രതികളായ ഒരു കേസിലാണ് ഇപ്പോൾ വിധി വരാൻ പോകുന്നത്. ഡിസംബർ 8-ന് ഈ ഒരു കേസിൽ വിധി വരും. അത് പ്രതികൾ കുറ്റക്കാരാണോ അല്ലയോ എന്നുള്ള കാര്യത്തിലായിരിക്കും ഡിസംബർ 8-ന് വിധി വരിക. അതിനുശേഷമായിരിക്കും ഇവർക്കുള്ള ശിക്ഷ എന്തായിരിക്കും എന്ന കാര്യത്തിലൊക്കെ തന്നെ അറിയാൻ സാധിക്കുക. എന്തായാലും ഡിസംബർ 8-ന് വിധി വരും. 2017 ഫെബ്രുവരിയിലാണ് ഇത്തരത്തിൽ നടിയെ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ ആക്രമിക്കപ്പെടുന്നത്. അതിൽ പ്രതിയായ പൾസർ സുനി ഉൾപ്പെടെ 9 പ്രതികളാണ് ഈ ഒരു കേസിലുള്ളത്. പൾസർ സുനി 1-ാം പ്രതിയാണ്. പൾസർ സുനിയാണ് ഇത്തരത്തിലൊരു ആക്രമണത്തിന് നേതൃത്വം നൽകിയത്. പൾസർ സുനിക്ക് കൊട്ടേഷൻ നൽകിയതാണ് എന്ന തരത്തിലായിരുന്നു ആദ്യം വാർത്ത വന്നത്. പണത്തിന് വേണ്ടി ഇത്തരത്തിൽ നടിയെ ആക്രമിച്ചതായിരുന്നു എന്നൊരു കാര്യമായിരുന്നു ആദ്യം പുറംലോകം അറിഞ്ഞത്. പക്ഷേ പിന്നീടാണ് ഇത്തരത്തിൽ ഒരു കേസിൽ നടൻ ദിലീപിന്റെ പങ്കും ദിലീപാണ് ഇത്തരത്തിൽ കൊട്ടേഷൻ കൊടുത്തത് എന്ന തരത്തിലുള്ള വാർത്തകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള മൊഴികളൊക്കെ തന്നെ പുറത്തു വരുന്നത്. ഇതിൽ ഏറെ നിർണായകമായത് പൾസർ സുനിയുടെ ഫോണിൽ നിന്നും ദിലീപിന്റെ ഫോണിലേക്ക് പോയ ഫോൺ കോളുകളും അതേപോലെ തന്നെ നടി ആക്രമിക്കപ്പെട്ട സമയത്ത് എടുത്ത വീഡിയോകളും ദിലീപിന് അയച്ചു കൊടുത്ത ഒരു വീഡിയോകളും അയച്ചു കൊടുത്തിരുന്നു എന്നൊരു കാര്യം പോലീസ് കണ്ടെത്തിയിരുന്നു. ഇത് കേസിൽ ഏറെ നിർണായകമായിരുന്നു. അതിലാണ് ഇപ്പോൾ നടൻ ദിലീപിന്റെ പങ്കൊക്കെ തന്നെ പുറത്തു വന്നിരുന്നത്. തുടർന്ന് ഈ ഒരു കേസിൽ വിചാരണ നടക്കുന്നതിനിടയിൽ നടൻ ദിലീപ് ഉൾപ്പെടെ ജയിലിൽ കഴിയുന്ന ആ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇത്തരത്തിൽ നിരവധി ആരോപണങ്ങളും അതുപോലെ തന്നെ ഏറെ കോലുകൾക്കും സൃഷ്ടിച്ച ഒരു വിചാരണകൾക്കൊടുവിലാണ് ഇത്തരത്തിൽ ഒരു കേസിൽ വിധി വരാൻ പോകുന്നത്. ഈ ഒരു കേസിൽ 375 പേജുള്ള കുറ്റപത്രമാണ് സമർപ്പിച്ചത്. അതിൽ 385 സാക്ഷികളെ വിസ്തരിച്ചു. അതിൽ 12 പേർ രഹസ്യമൊഴി നൽകിയിരിക്കുന്നു. രഹസ്യമൊഴി ഉൾപ്പെടെ ഈ ഒരു കേസിൽ ഏറെ നിർണായകമായിരുന്നു. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ 385 സാക്ഷിമൊഴികളുടെ ഒക്കെ തന്നെ അടിസ്ഥാനത്തിലാണ് കേസിൽ ഇപ്പോൾ വിധി വരാൻ പോകുന്നത്. ഈ ഒരു കേസിൽ പൾസർ സുനി ആദ്യം ദിലീപിന്റെ പങ്ക് വ്യക്തമാക്കിയ സമയത്തും ദിലീപ് കൊട്ടേഷൻ നൽകിയതായിരുന്നു. ആ ഒരു കൊട്ടേഷന്റെ പുറത്താണ് ഇത്തരത്തിൽ നടിയെ ആക്രമിച്ചത് എന്ന ഒരു കാര്യമാണ് സുനിയുടെ ഭാഗത്തു നിന്നും മൊഴിയായി വന്നത്. പക്ഷേ ഈ ഒരു കേസിലേറെ നിർണായകമായ ഒരു മൊബൈൽ ഫോൺ, അതായത് ഈ ഒരു നടി ആക്രമിക്കപ്പെട്ട സമയത്ത് ദൃശ്യങ്ങൾ പകർത്തിയ ഒരു മൊബൈൽ ഫോൺ കണ്ടെടുക്കാനായിട്ട് പോലീസിന് സാധിച്ചിട്ടില്ല. ആ ഒരു മൊബൈൽ ഫോൺ ഗോശ്രീ പാലത്തിൽ നിന്നും താഴോട്ട് എറിഞ്ഞു എന്നാണ് മൊഴി, അതായത് പൾസർ സുനിയുടെ മൊഴി. അത്തരത്തിൽ ഈ ഒരു മൊബൈൽ ഫോൺ കണ്ടെത്താൻ പോലീസിന് സാധിച്ചില്ല എന്നുള്ളത് ഈ ഒരു കേസിലേറെ വിചാരണ നീണ്ടുപോകാനുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടാക്കിയിരുന്നു. അതേപോലെ തന്നെ കേസിൽ തന്നെ മനഃപൂർവ്വം കുറ്റാരോപിതനാക്കാനുള്ള ശ്രമം നടക്കുന്നു, തന്നെ മനഃപൂർവ്വം പെടുത്തുന്നു എന്ന തരത്തിൽ ദിലീപ് കോടതിയെ സമീപിച്ചിരുന്നു. തനിക്കിതിൽ യാതൊരു പങ്കുമില്ല, പൾസർ സുനിയുമായി പങ്കില്ല, അല്ലെങ്കിൽ ഈ ഒരു ആക്രമണത്തിൽ തനിക്ക് നേരിട്ട് പങ്കില്ല എന്ന കാര്യത്തിൽ നടൻ ദിലീപ് കോടതിയെ സമീപിച്ചിരുന്നു. കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടും ഹൈക്കോടതിയെയും സുപ്രീം കോടതിയും സമീപിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെ ഈ ഒരു കേസിൽ വിചാരണ നീണ്ടുപോകാനുള്ള ഒരു ഇടയാക്കിയിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ ശേഷമാണ് ഇത്തരത്തിൽ ഒരു കേസിൽ വിധി വരുന്നുള്ളത് ഏറെ നിർണായകമാണ്. അതേപോലെ തന്നെ ഈ ഒരു കേസിൽ 2 പേരെ മാപ്പുസാക്ഷികളാക്കിയിരുന്നു. മറ്റുള്ളവരുടെ പേരാണ് പ്രതിപട്ടികയിൽ ഇപ്പോൾ ഉള്ളത്. അതിൽ പൾസർ സുനിക്ക് ഈ അടുത്താണ്, ഈ ഒരു 7 വർഷത്തിന് ശേഷം 2024 ജാമ്യം അനുവദിക്കുന്നത്. അതും ഏറെ കർശന വ്യവസ്ഥകളോടെയാണ് പൾസർ സുനിക്ക് ജാമ്യം അനുവദിക്കുന്നത്. മറ്റ് സാക്ഷികളെയോ പ്രതികളെയോ കാണാൻ പാടില്ല, അവരുമായി ബന്ധപ്പെടാൻ പാടില്ല, ഈ ഒരു സാക്ഷി മൊഴികളെ സ്വാധീനിക്കാൻ പാടില്ല എന്ന തരത്തിലുള്ള കർശന വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ചാണ് പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചത്. അതൊക്കെ തന്നെ നിൽക്കുമ്പോഴാണ് ഈ ഒരു കേസിൽ വിധി വരാൻ പോകുന്നത് എന്നുള്ളത് ഏറെ നിർണായകമാണ്. അതേ ഈ ഒരു കേസിൽ ദിലീപിന്റെ പങ്കും അതുപോലെ തന്നെ ദിലീപിനും ഏറെ നിർണായകമായ ഒരു കേസ് തന്നെയാണ്. ദിലീപിന് പങ്കുണ്ട് എന്ന കാര്യത്തിൽ സ്ഥിരീകരിച്ചതുകൂടി തന്നെ ദിലീപിന് ഏറെ നിർണായകമായ ഒരു കേസ് തന്നെയാണ്. അതിലാണ് ഇപ്പോൾ വിധി വരാൻ പോകുന്നത്. 2017 കേസിൽ 2025 വിധി വരുന്നു എന്നുള്ളത് ഏറെ നിർണായകം തന്നെയാണ്. അതേപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു പൾസർ സുനി എന്ന് പറയുന്നത് സിനിമാ മേഖലയിൽ ഒട്ടേറെ നടന്മാരുടെ ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് മുൻപും ഇത്തരത്തിൽ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എന്ന കാര്യത്തിൽ പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ആദ്യം ഇത് വെറും ഒരു ആക്രമണം അല്ലെങ്കിൽ പണം അപഹരിക്കാനുള്ള ഒരു കൊട്ടേഷൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആക്രമണം മാത്രമായി ചുരുങ്ങുമായിരുന്ന ഒരു കേസാണ് ഇത്തരത്തിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച, കേരളം ഒട്ടാകെ ചർച്ച ചെയ്ത ഒരു ആക്രമണത്തിൽ അല്ലെങ്കിൽ ഒരു കേസിലേക്കൊക്കെ തന്നെ വഴിതിരിച്ചത്. അതിൽ നിർണായകമായ മറ്റു കുറേ സാക്ഷിമൊഴികളും ഈ ഒരു അതിജീവിതയെ പിന്തുണയ്ക്കുന്ന നിരവധി സാക്ഷിമൊഴികളും തെളിവുകളൊക്കെ തന്നെ ഈ ഒരു കേസിലുണ്ടായിരുന്നു. അതിലാണ് ആ ഒരു കേസിലാണ് ഇപ്പോൾ വിധി വരാൻ പോകുന്നത് എന്നുള്ളത് ഏറെ നിർണായകം തന്നെയാണ്. ഈ ഒരു കേസിൽ വിധി വരുമ്പോൾ ഏവരും ഉറ്റുനോക്കുന്ന ഈ ഒരു പ്രതികൾക്ക് എന്ത് തരത്തിലുള്ള വിധിയായിരിക്കും വരിക എന്നുള്ളത് തന്നെയാണ്. അത് ഡിസംബർ 8-ന് അറിയാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഉറപ്പില്ല. കാരണം കേസിൽ ഡിസംബർ 8-ന് ഈ ഒരു വിധി വരുമ്പോൾ അവർ കുറ്റക്കാരാണ് എന്ന കാര്യത്തിലായിരിക്കും വിധി വരിക. അവർക്ക് എന്തെങ്കിലും ശിക്ഷയാണ് ലഭിക്കുക എന്ന കാര്യത്തിലൊക്കെ തന്നെ പിന്നീടായിരിക്കും
കോടതിയുടെ ഭാഗത്തു നിന്നും അറിയിപ്പുണ്ടാവുക എന്നാണ് അറിയിപ്പുണ്ടാവുക. എന്തായാലും ഈ ഒരു ദിലീപ് ഉൾപ്പെടെ 9 പ്രതികളാണ്